ഇതിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി അടുത്തത് പി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് പോകാം. എസ് പി ഡി എഫ് 4 ബ്ലോക്ക് എലമെന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള എലമെന്റുകളാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള എലമെന്റുകളാണ് പി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത്. അവയുടെ പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നു. 13, 14 ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലോജൻസ്, ഇവിടെയോ നോബിൾ ഗ്യാസസ്. ഇത്രയും ആയിരുന്നു 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളുടെ പേരുകൾ. ഇനി നമുക്ക് നോക്കാം ഇവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതായത് പി ബ്ലോക്ക് എലമെന്റുകളുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ കിടപ്പുണ്ട്. അതിൽ എൻ്റെ കയ്യിൽ പ്രിന്റ് ആണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ടെക്സ്റ്റിലെ പേജ് നമ്പർ അല്ല. ആ പി ബ്ലോക്ക് എലമെന്റിന്റെ കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പി ബ്ലോക്ക് എലമെന്റുകളുടെ പ്രോപ്പർട്ടീസിന്റെ കൂടെയായിട്ട് നോക്കുകയാണെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്? മെറ്റൽസ് ആണ്, ലോഹങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതെന്ന് പറയുന്നത് പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, പിന്നെയോ മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. കൂടാതെ നമ്മുടെ 18ാമത്തെ ഗ്രൂപ്പിന്റെ പേര് എന്താണ്? നോബിൾ ഗ്യാസസ് ആണ്. അതായത് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകങ്ങളും ഉണ്ട്. ഏത് ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പ്. അതായത് പി ബ്ലോക്കിനകത്ത് ഉൾപ്പെടുന്നവയാണ് ഇത്രയും എലമെന്റുകൾ. ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, രണ്ടുപേരുടെ സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങളുണ്ട്, പിന്നെ അതുപോലെ എന്താണ് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകങ്ങൾ. ഇത്രയുമാണ് ഇതിനകത്തുള്ളത്, പി ബ്ലോക്ക് എലമെന്റിനകത്ത് ഉള്ളത്. കൂടാതെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇതിൽ ഉൾപ്പെടുന്നത് ഈ 3 അവസ്ഥകളിലുള്ള എലമെന്റുകളും ഏതിനകത്തുണ്ട്? പി ബ്ലോക്ക് എലമെന്റ്സിനകത്തുണ്ട്. ഇനി പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകുന്നു? എൻറ്റേഴ്സ് ഇൻടു ദ പി സബ്ഷെൽ. ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലേക്ക് പോകുന്നു. ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടേക്കാണ്? പി സബ്ഷെല്ലിലേക്കായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? The elements in the last electron goes to the p subshell. അതായത് p subshellിലേക്കായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്. പിന്നെയോ the p block element consists of ഗ്രൂപ്പ് 13 to 18, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന എലമെന്റുകളാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെയോ എലമെന്റ്സ് ഓഫ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ ആർ പ്രസന്റ് ഇൻ പി ബ്ലോക്ക്. റൂം ടെമ്പറേച്ചറിൽ അതായത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ്സ് അതായത് ഖരപദാർത്ഥങ്ങൾ, ഖരം, ദ്രാവകം, വാതകം, ഈ 3 അവസ്ഥകളിലുള്ള എലമെന്റുകളും എവിടെ നിൽക്കുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പി ബ്ലോക്ക് എലമെന്റിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെയോ മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 18 ആർ കെമിക്കലി ഇനേർട്ട്. അതായത് 18ാമത് ഗ്രൂപ്പിന്റെ പേരാണ് നോബിൾ ഗ്യാസ്, അതായത് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ നമ്മൾ പറയും. കാരണം ഇവരുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് എത്രയാണ്? 8 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വരികയാണ് അല്ലെ. ഔട്ടർ മോസ്റ്റ് 8 എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആർഗൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ്. കോൺഫിഗറേഷൻ 2, 8, 8. നോക്കേ, 8 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആണ് ലാസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരെന്താണ്? കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കും. കാരണം അവർക്ക് മറ്റ് എലമെന്റുകളുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതെന്താണ്? സ്റ്റേബിൾ ആണ്. They show higher ionization energy and electronegativity than S block element. S block എലമെന്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? എസ് ബ്ലോക്ക് എലമെന്റുകളുടെ അയണൈസേഷൻ എനർജി വളരെ കുറവായിരുന്നു. എന്നാൽ ഇവിടെ അയണൈസേഷൻ എനർജി എങ്ങനെയാണ്? കൂടുതലാണ്. അയണൈസേഷൻ എനർജിയും കൂടുതലാണ്, കൂടാതെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും കൂടുതലാണ്. അയണൈസേഷൻ എനർജിയും കൂടുതലാണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇവിടെ കൂടുതലാണ്. ഈ പറഞ്ഞ പി ബ്ലോക്ക് എലമെന്റുകൾക്ക് കൂടുതലാണ്. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റുകളുടെ പ്രത്യേകത എന്താണ്? ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന എലമെന്റുകളാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾക്കൊള്ളുന്നവരാണ് നോബിൾ ഗ്യാസസ്,
പിന്നെ മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും നോബിൾ ഗ്യാസസും എല്ലാം ഗ്രൂപ്പ് ഈ പറഞ്ഞ പി ബ്ലോക്ക് എലമെന്റുകളിൽ ഉൾപ്പെടുന്നുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ 3 അവസ്ഥകളിലുള്ള എലമെന്റുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു. ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് പി സബ്ഷെല്ലിലേക്കാണ്. അയണൈസേഷൻ എനർജിയും അതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇവർക്ക് എങ്ങനെയാണ് വളരെ കൂടുതലാണ്. കാരണം എന്താണ്, ക്ലോറിൻ എന്നൊക്കെ പറയുമ്പോൾ 2, 8, 7 എന്ന് പറഞ്ഞ കോൺഫിഗറേഷനിലേ വരുന്നത്. 2, 8, 7 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ വന്നാൽ അവർക്ക് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ മതി. അപ്പോൾ അവർ കൂടുതലായിട്ട് അതിനെ അവരുടെ ന്യൂക്ലിയസിനടുത്തേക്ക് അടുപ്പിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് കൂടുതലായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അതുപോലെ ഒരു ഇലക്ട്രോണിനെ അവരുടെ ഔട്ടർ മോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അയണൈസേഷൻ എനർജിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും എങ്ങനെയാണ്, വളരെ കൂടുതലായിരിക്കും. ഇത്രയുമാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞത്. ഇനി പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പീരീഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ, ഹയസ്റ്റ് സബ്ഷെൽ നമ്പർ നോക്കിയാൽ മതി പീരീഡ് കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് എക്സാമ്പിൾ നമുക്ക് ഓക്സിജൻ എടുക്കാം. ഇപ്പൊ നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് 16ാമത്തെ ഗ്രൂപ്പാണ്. ശരി, നോക്കാം 16ാമത്തെ ഗ്രൂപ്പ് തന്നെ നോക്കാം. സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതി നോക്കുക. 1s2 2s2 അറ്റോമിക് നമ്പർ എത്രയാണ് ഓക്സിജൻ? 8 അല്ലേ? 2p 2p4 അല്ലെ, അതായത് 1s2 2s2 2p4 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പോയേക്കുന്ന പി സബ്ഷെല്ലിലേക്കാണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഏതായിരിക്കും, പി ബ്ലോക്ക് ആയിരിക്കും. എത്ര ഷെല്ലുണ്ട്? ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണ്? 2 ആണ്. അപ്പോൾ പീരീഡ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഈ പി ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടോ, 4 അല്ലേ? ഈ 4നോടൊപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 12 ഗ്രൂപ്പ് കഴിഞ്ഞു വരുന്ന 13 മുതൽ 18 വരെ ഉള്ളവരല്ലേ നമ്മൾ തന്നെ വിളിക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പിയിലുള്ള, അതായത് ഔട്ടർ മോസ്റ്റ് പി ഇലക്ട്രോൺ എത്രയാണോ ആ ഔട്ടർ മോസ്റ്റ് പി ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം എത്ര ആഡ് ചെയ്ത് കൊടുക്കുക? 12 ആഡ് ചെയ്ത് കൊടുക്കുക. 12 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രയാവുന്നു? 16 ആകുന്നു. ഓക്കെ, ഓക്സിജന്റെ ഗ്രൂപ്പ് നമ്പർ 16 ആണോ? അതെ. അടുത്ത കാർബൺ നോക്കാം. കാർബൺ അറ്റോമിക് നമ്പർ 6 അല്ലേ? എങ്ങനെ എഴുതാം? 1s2 2s2 2p2. ഇനി പി ബ്ലോക്ക് ആണെന്ന് കിട്ടി, പീരീഡ് നമ്പർ 2 ആണെന്ന് അറിയാം. ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടു നോക്കാം. പീരീഡിന്റെ, അതായത് പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2 ഇലക്ട്രോൺസിന്റെ എണ്ണത്തോടൊപ്പം എത്ര ആഡ് ചെയ്യുക? 12 ആഡ് ചെയ്യുക. അപ്പൊ 12 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 14. ഓക്കെ, 14ാമത്തെ ഗ്രൂപ്പ് അല്ലേ കാർബൺ. അപ്പോൾ പി ഇലക്ട്രോൺസിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഔട്ടർ മോസ്റ്റ് പി ഇലക്ട്രോൺ എത്രയാണോ ആ പി ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം എത്ര ആഡ് ചെയ്ത് കൊടുക്കുക? 12 ആഡ് ചെയ്ത് കൊടുക്കുക. എസ് ബ്ലോക്ക് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്? എസ് ബ്ലോക്ക് എത്ര കണ്ടുപിടിക്കുന്നത്? ഔട്ടർ മോസ്റ്റ് എസ് കോൺഫിഗറേഷൻ എത്രയാണോ ആ നമ്പർ ആയിരിക്കും എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. പി ബ്ലോക്ക് കണ്ടുപിടിക്കുമ്പോൾ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പി ബ്ലോക്ക് എലമെന്റുകൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ മോസ്റ്റ് പി ഇലക്ട്രോൺ എത്രയാണോ ആ എണ്ണത്തോടൊപ്പം 12 ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? അതിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പൊ ഇത്രയാണ് പി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Elements of group 18 usually show higher ionization energy. Give reason. എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് 18 ഉള്ള എലമെന്റുകൾ അയണൈസേഷൻ എനർജി കൂടുതൽ കാണിക്കുന്നത്? എന്തായിരിക്കും കാരണം? കാരണം അവർക്ക് എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ 2, അതായത് ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ 8 വന്നാൽ, ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. Among the p block elements, the highest reactivity is shown by group 17 elements. p block എലമെന്റുകളുടെ കേസിൽ ഗ്രൂപ്പ് 17, അതായത് ഹാലജൻസിനായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ. ഗ്രൂപ്പ് 17 എലമെന്റുകൾക്കായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ. എന്താണ് കാരണം? എന്തുകൊണ്ടായിരിക്കാം റിയാക്ടിവിറ്റി കൂടുതലാവാൻ കാരണം? എന്താണ്? അവരുടെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് വാലൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും വരുന്നത് അല്ലേ? 1 വരാൻ കാരണം എന്താണ്?
ഇപ്പൊ ക്ലോറിനാണെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 287 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ അല്ലേ വരുന്നത്. 287 എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആകാൻ വേണ്ടി അവർക്ക് ഒരു ഇലക്ട്രോണും കൂടി മതി. അപ്പൊ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അവർ പരമാവധി ആ ഇലക്ട്രോണിനെ സ്വീകരിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവരെന്താവുന്നത്, കൂടുതൽ സ്റ്റേബിൾ ആകുന്നത്. പിന്നീട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കംപ്ലീറ്റ് ടേബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ടേബിൾ എഴുതിയിട്ട് അതിന്റെ ബാക്കി നോക്കാം. Y എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ് സിമ്പിൾസ് റിയൽ അല്ല കേട്ടോ. എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ് അവരുടെ ഔട്ടർ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3s2 ആണ്. വൈഡാണെങ്കിൽ 3s2 3p5 ആണ്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷൽ കോൺഫിഗറേഷൻ 3s2 വരെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുവരെയുള്ള നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1s2 2s2 2p6 3s2 കംപ്ലീറ്റ് ആയില്ലേ. 3s2 ആണ് ലാസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുവരെയുള്ള ഷെല്ലുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. 1s2 2s2 2p6 3s2. അടുത്തത് വൈയുടെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, 3s2 3p5 ആണ് അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, 1s2 2s2 ഈ കോൺഫിഗറേഷൻ വന്ന് നിൽക്കണം. അപ്പൊ അതുവരെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തതിനു ശേഷം മാത്രമല്ലേ വരത്തുള്ളൂ. 2p6 3s2 3p5. ഓക്കെ, ഈ കോൺഫിഗറേഷനിൽ വന്നാണ് അതായത് ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ 3s2 3p5 ആണ്. അപ്പൊ അവിടെ വന്ന് വേണം നിൽക്കാനായിട്ട്. അപ്പൊ അതിന് തൊട്ട് മുന്നേയുള്ള ഷെല്ലുകളെല്ലാം എങ്ങനെയാണ്, മാക്സിമം നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഷെല്ലിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞു. അടുത്ത അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ നോക്കേ, ഈ ഇലക്ട്രോൺസിന്റെ എണ്ണതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. 2 4 10 12 എത്ര വന്നു അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ 12. ഇവിടെ ആണെങ്കിലോ 10 12 5 17. അറ്റോമിക് നമ്പർ എത്ര വന്നു? 17. അടുത്തത് പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക്. പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക്. ഇത് ഏത് പീരീഡ് ആയിരിക്കും? 1s2 2s2 2p6 3s2 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് പീരീഡ് ആയിരിക്കും? ഹയസ്റ്റ് പീരീഡ് നമ്പർ എത്രയാണ്? 3 അല്ലേ. അപ്പോൾ പീരീഡ് കിട്ടിക്കഴിഞ്ഞു, 3 ആണ്. ഇവിടുത്തെ പീരീഡ് എത്രയായിരിക്കും? 3 തന്നെയായിരിക്കും. രണ്ടുപേരും മൂന്നാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത എന്താണ്? ഗ്രൂപ്പ്. ഗ്രൂപ്പ് പറഞ്ഞേ, ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. 3s2 ആണ് ലാസ്റ്റ് കോൺഫിഗറേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റുകളാണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഔട്ടർ മോസ്റ്റ് എസ് ഇലക്ട്രോൺ എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഔട്ടർ മോസ്റ്റ് എസ് ഇലക്ട്രോൺ എത്രയുണ്ട്? 2. അപ്പൊ ഗ്രൂപ്പ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ പി ബ്ലോക്ക് എലമെന്റ് ആണ്. 3p5 വന്ന് എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ് ആണ്. പി ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഔട്ടർ മോസ്റ്റ് പിയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം എത്ര ആഡ് ചെയ്ത് കൊടുക്കുക? 12 ആഡ് ചെയ്ത് കൊടുക്കുക. ശരിയല്ലേ? അപ്പൊ എങ്ങനെ വരും? 5 + 12. പി ഇലക്ട്രോൺസ് ആണ് ഈ 5 എന്ന് പറഞ്ഞത് കേട്ടോ. എത്ര വരും? 12 5 17. ഗ്രൂപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞു, 17. ഇനി ബ്ലോക്ക് പറഞ്ഞേ, ഇത് എസ് ബ്ലോക്ക് എലമെന്റ്, അടുത്തത് പി ബ്ലോക്ക് എലമെന്റ്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ വച്ചേക്കുവാണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഹാസ് എ വാലൻസി ഓഫ് 1? വാലൻസി 1 ഇതിന് ഏത് എലമെന്റിനാണ് വരുന്നത്? വാലൻസി 1 വരുന്ന ഏത് എലമെന്റിനായിരിക്കും? എക്സിനായിരിക്കോ വൈക്കായിരിക്കോ? കോൺഫിഗറേഷൻ നോക്കേ, അറ്റോമിക് നമ്പർ 12 അല്ലേ. 12 ആകുമ്പോൾ 2 8 2 എന്ന് പറഞ്ഞ കോൺഫിഗറേഷനാണ്. അപ്പൊ നമുക്കറിയാം, അതുപോലെ എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കും. ഇവിടെ
2 ആണ് ഇവിടുത്തെ കോൺഫിഗറേഷൻ. മെയിൻ ലെവലാണ് പറയുന്നത്. അപ്പോൾ 2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ വാലൻസി എത്രയാണ്? 2 ആയിരിക്കും വാലൻസി. അപ്പോൾ അടുത്ത 17ലേക്ക് നോക്കാം. അറ്റോമിക് നമ്പർ 17 ആകുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ സബ്ഷൽ കോൺഫിഗറേഷൻ അല്ല, മെയിൻ ലെവൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 287 എന്ന് വരും അല്ലെ. 7 ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിനെ അവരെന്ത് ചെയ്യും? സ്വീകരിക്കും. 17ാമത്തെ ഗ്രൂപ്പാണ്. 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് പേരെന്താണ്? ഹാലോജൻസ് ആണ്. ഹാലോജൻസിന്റെ പ്രത്യേകത എന്താണ്? ഹാലോജൻസ് ഇലക്ട്രോണുകൾ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? സ്വീകരിച്ച് കൂടുതൽ സ്റ്റേബിൾ ആകാൻ നോക്കത്തേ ഉള്ളൂ. കാരണം ഔട്ടർ മോസ്റ്റിൽ 7 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ അവർ ഒന്നിനെയും കൂടെ വാങ്ങി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കത്തേ ഉള്ളൂ. അപ്പോൾ ആർക്കാണ് ഇവിടെ എന്താ വാലൻസി 1 ആയിട്ടുള്ളത്? വാലൻസി 1 ഉള്ളത് എലമെന്റ് വൈക്കാണ്. വിച്ച് എലമെന്റ് ഷോസ് മെറ്റാലിക് ക്യാരക്ടർ? മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന എലമെന്റ് ഏതാണ്? മെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? എസ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു മെറ്റൽസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന എലമെന്റ് ഏതാണ്? എക്സ് ആയിരിക്കും. മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന എലമെന്റ് എക്സ് ആയിരിക്കും. വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? അയണൈസേഷൻ എനർജി കൂടുതൽ ആർക്കായിരിക്കും? എസ് ബ്ലോക്ക് എലമെന്റുകൾക്ക് അയണൈസേഷൻ എനർജി കുറവല്ലേ. അപ്പൊ കൂടുതലുള്ള ആർക്കായിരിക്കും? പി ബ്ലോക്ക് എലമെന്റുകൾക്കാണ്. അപ്പൊ ഇവിടുത്തെ അയണൈസേഷൻ എനർജി കൂടിയ ആൾ ആരാണ്? വൈ. Write the chemical formula of the compound formed with the combination of X and Y. X ഉം Y ഉം തമ്മിൽ ചേർന്നാൽ ഉണ്ടാകുന്ന കെമിക്കൽ ഫോർമുല. Xന്റെയും Yയുടെയും വാലൻസി പറഞ്ഞേ. Xന്റെ വാലൻസി എത്രയാണ്? 2 ആണ് Xന്റെ വാലൻസി. Yയുടെ വാലൻസി എത്രയാണ്? 1 ആണ്. അപ്പൊ എങ്ങനെ വരും? എക്സ്ചേഞ്ച് കൊടുക്കുമ്പോൾ X Y 2. അപ്പോൾ വാലൻസി ഫോർമുല എന്ത് വരുന്നു? XY2 എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് എത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ആണ്. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? ഗ്രൂപ്പ് 1, 2 ഗ്രൂപ്പ് 1 ഉം 2. ഇത് കൂടാതെ 13 മുതൽ 18 വരെ ഈ ഗ്രൂപ്പുകളെ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കുന്ന ആരെയാണ്? ഗ്രൂപ്പ് 1, 2, 13 മുതൽ 18 വരെയുള്ള എലമെന്റുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. അപ്പോൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 2 സെറ്റ്, അതായത് എസ് ബ്ലോക്കും പി ബ്ലോക്കും ചേർത്താണ് നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിന്റെ കൂടെ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ഔട്ടർ മോസ്റ്റ് സബ്ഷൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് വൈ. അതായത് വൈയുടെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് 3s2 3p4. വൈ എന്ന് പറയുന്ന എലമെന്റിന്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ ആണ് 3s2 3p4. To which period and group does the element belongs to? ഏത് പീരീഡിലും ഏത് ഗ്രൂപ്പിലും ഈ എലമെന്റ് ഉൾക്കൊള്ളുന്നു? ഏത് പീരീഡിലായിരിക്കും? 3ാമത്തെ പീരീഡ് ആയിരിക്കും അല്ലെ. 3ാമത്തെ പീരീഡ് ആണ്. ഏത് ബ്ലോക്ക് ആയിരിക്കും? പി ബ്ലോക്ക് ആയിരിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്ന ഏതിലേക്കാണ്? പി സബ്ഷനിലേക്കല്ലേ. അപ്പൊ ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്ക് ആയിരിക്കും. അടുത്തത് പി ബ്ലോക്കിലേക്ക് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? പി ഇലക്ട്രോൺസ് എത്രയാണോ ആ ഇലക്ട്രോൺസിന്റെ എണ്ണത്തോടൊപ്പം 12 ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. അതായത് 12 × 4 16 എന്ന് വരും. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 16. പീരീഡ് 3, ബ്ലോക്ക് പി, അതുപോലെ ഗ്രൂപ്പ് നമ്പർ 16. അപ്പോ ഇത്രയുമാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എസ് ബ്ലോക്കും പി ബ്ലോക്കും ആയിട്ടുണ്ട്. അടുത്ത ബ്ലോക്കാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 3 മുതൽ 12 വരെ ഉൾക്കൊള്ളുന്ന എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അതായത് 3
മുതൽ 12 വരെ ഗ്രൂപ്പുകളിലുള്ള എലമെന്റുകളാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ പേരെന്താണ്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പേര്. ഡി ബ്ലോക്ക് എലമെന്റ്സുകളെല്ലാം കൂടി ചേർത്ത് വിളിക്കുന്നത് സംക്രമണ മൂലകങ്ങൾ എന്നാണ്. നോക്കാം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. The elements in which the last electron goes to the d subshell. Last electron ഏത് സബ്ഷെല്ലിലേക്ക് പോകുന്നു? d സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്. Last electron enters into the d subshell. അടുത്ത എന്താ? The d block consists of elements of group 3 to 12 of the periodic table. 3 മുതൽ 12 വരെയുള്ള എലമെന്റുകളായിരിക്കും ഡി ബ്ലോക്ക് എലമെന്റുകളിൽ ഉൾപ്പെടുന്നത്. 3 മുതൽ 12 വരെയുള്ള എലമെന്റുകളായിരിക്കും ഡി ബ്ലോക്ക് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നത്. പിന്നെ they are also known as transition elements. ഇവർ അറിയപ്പെടുന്ന പേര് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും കേട്ടോ. ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ. ഇത്രയുമാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ നമ്മൾ ഇതുവരെ നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പ്രത്യേകത, ഇവർക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ദേ എക്സിബിറ്റ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അതായത് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നവരാണ് ഏത് ഗ്രൂപ്പ്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിലുള്ള ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? കോമ്പൗണ്ട്സ് ആർ കളേർഡ് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യിക്കുന്നതും ആരാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും. അതായത് കോപ്പർ സൾഫേറ്റ്, കോപ്പർ നൈട്രേറ്റ് ഇതെല്ലാം കളേർഡ് കോമ്പൗണ്ട്സ് അല്ലേ? അപ്പോൾ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതും ആരായിരിക്കും? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജസ്റ്റ് പ്രോപ്പർട്ടീസ് മാത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ളവരായിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സ്. അതുപോലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലേക്ക് പോകുന്നു. പിന്നീട് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതുപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. എക്സാമ്പിൾ Fe2+ ഉണ്ട്, Fe3+ ഉണ്ട് അല്ലെ. വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നു. പിന്നെ ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്, നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കുന്നു. ഇനി അവരുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലേക്കല്ലേ, ആ ലാസ്റ്റ് ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തെയും അതായത് അതിനോടൊപ്പം ലാസ്റ്റിലുള്ള എസ് ഇലക്ട്രോണിനെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ വന്നിരിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വായിച്ചുതരാം, എന്നിട്ട് എക്സാമ്പിൾ പറയാം. The group number of the d block elements will be same as the sum of electrons in the outermost s subshell and the number of electrons in the preceding d subshell. ഡി സബ്ഷെല്ലിലെയും അതുപോലെ എസ് സബ്ഷെല്ലിലെയും ഇലക്ട്രോണിന്റെ എണ്ണത്തിന്റെ സം ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് എസ് സബ്ഷെല്ലിന്റെയും അതിന് തൊട്ട് മുന്നേ ഉള്ള ഡി സബ്ഷെല്ലിന്റെയും ഇലക്ട്രോൺസിന്റെ സം ആയിരിക്കും എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ ഇത്രയുമാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് 3 മുതൽ 12 വരെ ഉൾപ്പെടുന്നു. ഡി സബ്ഷെല്ലിലേക്ക് ലാസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നു. അതുപോലെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു. കളേർഡ് കോമ്പൗണ്ട്സ്. ഇനി അവരുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഔട്ടർ മോസ്റ്റിലുള്ള എസ് ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം എന്ത് ചെയ്യുക? അതിന് തൊട്ട് മുന്നേയുള്ള ഡി ഇലക്ട്രോൺസിന്റെ എണ്ണം ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ബാക്കി എക്സാമ്പിൾ വെച്ച് അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.